ഹായ് എവരി വൺ, വെൽക്കം ടു EduLearn Pharma. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സെമിസ്റ്റർ ഫാർമക്കോളജിയിൽ വരുന്ന ആൻറ്റി അൾസർ ഏജൻസ് എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കാണ്. സോ ആൻറ്റി അൾസർ ഏജൻസ് എന്താ എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് പെപ്റ്റിക് അൾസറിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. സോ പെപ്റ്റിക് അൾസർ മെയിനായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ സ്റ്റൊമക്കിലും ഡിയോഡിനത്തിലൊക്കെയാണ്. സോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഗ്യാസ്ട്രിക് ആസിഡും അതേപോലെ പെപ്സിനൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് ആ ഏരിയാസിലായിരിക്കും പെപ്റ്റിക് അൾസർ കാണപ്പെടുക. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രസീവ് ഫാക്ടേഴ്സിൻ്റെയും ഡിഫെൻസീവ് ഫാക്ടേഴ്സിൻ്റെയും ഇംബാലൻസ് മൂലമാണ്. പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഗ്യാസ്ട്രിക് അൾസറും ഉണ്ട്, ഡിയോഡിനൽ അൾസറും ഉണ്ട്. ഗ്യാസ്ട്രിക് അൾസറിൻ്റെ കേസിൽ നമ്മുടെ ആസിഡ് സെക്രീഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ ലോ ആയിരിക്കും. അതേപോലെ തന്നെ മ്യൂക്കോസൽ ഡിഫെൻസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഡിയോഡിനൽ അൾസറിൻ്റെ കേസിൽ ആസിഡ് സെക്രീഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആൻറ്റി അൾസർ തെറാപ്പിയുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് പെയിന് റിലീഫ് ചെയ്യുക, രണ്ടാമത്തെ ഗോള് അൾസർ ഹീൽ ചെയ്യുക, മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക, നാലാമത്തെ ഗോൾ എന്ന് പറയുന്നത് റീലാപ്സ് പ്രിവെൻറ്റ് ചെയ്യുക. ഇനി ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോവാം. ഏതാണത്? നൺ അതർ ദാൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഏതാണെന്ന് നോക്കി നോക്കാം. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റേഴ്സ്. ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഇതിൽ വരുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് സബ് ക്ലാസ് ആണ് H2 ആൻറ്റി ഹിസ്റ്റമിൻസ്. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഹിസ്റ്റമിൻസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സോ ഇത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് കിട്ടും. അടുത്ത സബ് ക്ലാസ് എന്ന് പറയുന്നത് ആൻറ്റി കോളിനർജിക്സ് ആണ്. ആൻറ്റി കോളിനർജിക്സും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 4th സെമിസ്റ്ററിലെ MCയിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? ആൻറ്റി കോളിനർജിക്സ്. മൂന്നാമത്തെ സബ് ക്ലാസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. എനിക്ക് തോന്നുന്നു അതൊരു പുതിയൊരു സബ് ക്ലാസ് ആണ് അല്ലേ? അപ്പോൾ അതിൽ ഒമിപ്രസോളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ടിട്ടുള്ള ഡ്രഗ് ആയിരിക്കും. നാലാമത്തെ സബ് ക്ലാസ് എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് മെയിൻ ക്ലാസ്സിൽ പറയുന്നത്. സോ സെക്കൻഡ് മെയിൻ ക്ലാസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസേഴ്സ് ആണ്. അതായത് ഗ്യാസ്ട്രിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഡ്രഗ്സ്. അതിൽ വരുന്ന സബ് ക്ലാസ് ആണ് സിസ്റ്റമിക്കും നോൺ സിസ്റ്റമിക്കും. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് എൻറ്റാസിഡ്സിനെ പറ്റി ചെറിയൊരു പോർഷൻ ഇല്ലേ, അവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി തേർഡ് മെയിൻ ക്ലാസ് നോക്കി നോക്കാം. അൾസർ പ്രൊട്ടക്റ്റീവ്സ് ആണ് വരുന്നത്. അതെനിക്ക് തോന്നുന്നു പുതിയൊരു ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. നാലാമത്തെ മെയിൻ ക്ലാസ് എന്ന് പറയുന്നത് ആൻറ്റി H പൈലോറി ഡ്രഗ്സ് ആണ്. ഇതും എനിക്ക് തോന്നുന്നു ആ പേര് നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ ഇതിൽ വരുന്ന ഡ്രഗ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അമോക്സിസിലിൻ നമുക്കറിയാം അല്ലേ, ക്ലാരറ്റോമൈസിൻ നമുക്കറിയാം, മെട്രോണിഡസോൾ നമുക്കറിയാം, ടിനിഡസോൾ നമുക്കറിയാം, അതേപോലെ ടെട്രാസൈക്ലിൻ നമുക്കറിയാം. ഇതെല്ലാം പല പല ക്ലാസിഫിക്കേഷനിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഡ്രഗ്സ് ആണ്. അപ്പോൾ ഇത്രയുമാണ് പെപ്റ്റിക് അൾസറിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് പെപ്റ്റിക് അൾസറിനെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. സെറ്റ് അല്ലേ? സോ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം. H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. സോ H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് നോക്കി നോക്കാം. സോ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അസിറ്റിൽകോളിനും ഹിസ്റ്റമിനും ഗ്യാസ്ട്രിനൊക്കെയാണ്. സോ ഈ പറയുന്ന അസിറ്റിൽകോളിനും ഹിസ്റ്റമിനും ഗ്യാസ്ട്രിനൊക്കെ റിസപ്റ്റർ മീഡിയേറ്റഡ് ആയിട്ട് അവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. സോ ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ പ്രോട്ടീൻ കൈനസിസ് ആക്ടിവേറ്റ് ആവുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ H+K+ATPase പമ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹൈഡ്രജൻ അയോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ എക്സ്ചേഞ്ച് ഫോർ K+ അയോൺസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രീഷൻ ഉണ്ടാവുന്നത്. പക്ഷേ H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് വന്നിട്ട് ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ആയിട്ട് കോമ്പറ്റേറ്റീവ്ലി ബൈൻഡ് ചെയ്യുകയും ആ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ റെഡ്യൂസ് ചെയ്യും. സോ ഇതാണ് H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിൽ നമ്മുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ എഴുതണം, അതേപോലെ തന്നെ ഈ ഫിഗറും വരച്ചു വെക്കണം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ വേറെ പല ഡ്രഗ്സിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റിൻ്റെ മാത്രം കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എഴുതില്ലേ? സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആണ്. ഫാർമക്കോളജിക്കൽ ആക്ഷൻ നമുക്കറിയാം എങ്ങനെ എഴുതേണ്ടതെന്ന് അല്ലേ? നമുക്ക് ഒരുപാട് സബ് ഹെഡിങ്സ് ഉണ്ടാവും. അതായത് ഓരോ ഏരിയയിലും ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് H2 ബ്ലോക്കേഡ് ആണ്. അതായത് ഹിസ്റ്റമിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന കുറേ പ്രോസസ്സുകളുണ്ട്. ഗ്യാസ്ട്രിക് സെക്രീഷൻ, കാർഡിയാക് സ്റ്റിമുലേഷൻ, യൂട്രിൻ റിലാക്സേഷൻ, അതേപോലെ തന്നെ ബ്രോങ്കിയൽ റിലാക്സേഷൻ. ഇതെല്ലാം ഈ പറയുന്ന ഡ്രഗ്സ് ബ്ലോക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ ബ്ലഡ് പ്രഷറിൽ ചെറിയൊരു ഫോളും കാണപ്പെടുന്നുണ്ട്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് സെക്രീഷനിലാണ്.
സോ ഗ്യാസ്ട്രിക് സെക്രീഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫേസസ് ഉണ്ട് ഈ പറയുന്ന ഗ്യാസ്ട്രിക് സെക്രീഷനിൽ. സോ ഈ പറയുന്ന ഫേസസ് ഒക്കെ ഡോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സപ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നൊക്ടേണൽ ആസിഡ് സെക്രീഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്യുന്നുണ്ട്, അത് ഡോസ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല. ഇനി പെപ്സിൻ കണ്ടന്റ് അതേപോലെ ഇൻട്രൻസിക് ഫാക്ടർ സെക്രീഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ആൻറ്റി ആൾസ്ട്രോജനിക് എഫക്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ സ്ട്രെസ് കാരണം വരുന്ന അൾസേഴ്സ് ഉണ്ട്, അതേപോലെ ചില ഡ്രഗുകൾ കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് അൾസേഴ്സ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള അൾസേഴ്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ പറയുന്ന ഡ്രഗ് സഹായിക്കുന്നുണ്ട്. സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷനിൽ പഠിക്കാനുള്ളത്. അടുത്തത് ഫാർമക്കോകൈനറ്റിക്സ്. ഫാർമക്കോകൈനറ്റിക്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ADME അബ്സോർപ്ഷനെ പറ്റിയിട്ട് എഴുതണം, ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് എഴുതണം, മെറ്റബോളിസം, എലിമിനേഷൻ. സോ അബ്സോർപ്ഷൻ നമുക്ക് ഈ ഡ്രഗ്സ് ഓറലി കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ്. അതേപോലെ 60 to 80% ബയോഅവൈലബിലിറ്റി കാണിക്കുന്നുണ്ട്. പ്ലാസിൻ്റെ ക്രോസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലാസിൻ്റെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് മിൽക്കിൽ റീച്ച് ചെയ്യുന്നുണ്ട് എന്നും കൂടി പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ ആണ്. അതായത് 3/2 ഭാഗം, ഓക്കെ, 3/2 അംശം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, യൂറിൻ വഴിയും ബൈല് വഴിയുമാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതും അൺചേഞ്ച്ഡ് ഫോമിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇനി എലിമിനേഷൻ T12 എന്ന് പറയുന്നത് ഒരു 2 to 3 hours ആയിരിക്കും. ഇത്രയുമാണ് ഫാർമക്കോകൈനറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ADRലേക്ക് വരാം. ഹെഡ് ഏക്ക് ഉണ്ട്, ഡിസ്നെസ് ഉണ്ട്, ബോവൽ അപ്സെറ്റ് വരുന്നുണ്ട്, ഡ്രൈ മൗത്ത്, അതേപോലെ സിമിറ്റഡിൻ പറഞ്ഞ ഡ്രഗ്, അതിനൊരു ആൻറ്റി ആൻഡ്രോജനിക് ആക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്ലാസ്മയിലെ പ്രൊലാക്റ്റിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഹൈ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ ഗൈനക്കോമാസ്റ്റിയയ്ക്കുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇൻട്രാക്ഷൻസ് നോക്കി നോക്കാം. സോ ഈ പറയുന്ന ഡ്രഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, തിയോഫൈലിൻ്റെയും ഫെനിറ്റോയിൻ്റെയും വാർഫാറിൻ്റെ ഒക്കെ മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ എൻറ്റാസിഡ്സും ഈ പറയുന്ന H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റുകളും കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസസ് അബ്സോർപ്ഷൻ ഓഫ് H2 ബ്ലോക്കേഴ്സ്. ഈ പറയുന്ന H2 ബ്ലോക്കേഴ്സിൻ്റെ അബ്സോർപ്ഷൻ ഈ പറയുന്ന എൻറ്റാസിഡ്സ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി യൂസസ് പറയുന്നുണ്ട് ഡിയോഡിനൽ അൾസർ, അതേപോലെ ഗ്യാസ്ട്രിക് അൾസർ, സ്ട്രെസ് അൾസേഴ്സ്, ഗ്യാസ്ട്രൈറ്റിസ്, ഇങ്ങനെയുള്ള പല കേസുകൾക്കും നമുക്കിത് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ടോപ്പിക്ക് നോക്കി നോക്കാം, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇത് ബൈൻഡ് ചെയ്യുന്നത് H+K+ ATPase എൻസൈം സിസ്റ്റത്തിനെ ആയിരിക്കും. അതാണ് പ്രോട്ടോൺ പമ്പ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ഗ്യാസ്ട്രിക് ലുമനിലേക്ക് ഹൈഡ്രജൻ അയോണിൻ്റെ സെക്രീഷൻ സപ്രസ് ചെയ്യുകയാണ് ഈ ഡ്രഗ്സ് ചെയ്യുന്നത്. ഇതൊരു പൊട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ്റെ സപ്രസേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ H2 ബ്ലോക്കേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് അടിപൊളി ഡ്രഗ്സ് ആണ്. ബിക്കോസ് നല്ല എഫിക്കസി ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ടോളറബിലിറ്റിയും കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൊരു പ്രോട്ടോടൈപ്പ് ഡ്രഗ് ആണ് ഈ പറയുന്ന ഒമിപ്രസോൾ എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസിമിഡസോൾ ഡ്രഗ് ആണ്. ഡോസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രീഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്രസ് ചെയ്യുന്നുണ്ട്. ഇതിന് ആൻറ്റി കോളിനർജിക് എഫക്റ്റ് ഇല്ല, അതേപോലെ H2 ബ്ലോക്കിംഗ് ആക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ടോട്ടലായിട്ട് നമ്മുടെ HClന്റെ സെക്രീഷൻ അബോളിഷ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കി നോക്കാം. ഒമിപ്രസോൾ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ pH നോക്കിക്കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടാണ് നിൽക്കാറ്. പക്ഷേ ഒരു pH 5 താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് റീഅറേഞ്ച് ചെയ്യപ്പെടും. സോ ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് 2 ചാർജ്ഡ് ആയിട്ടുള്ള കാറ്റയോണിക് ഫോംസ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് H+K+ ATPase എൻസൈമിലെ SH ഗ്രൂപ്പ്സ് ആയിട്ട് കോവാലൻ്റ്ലി ബൈൻഡ് ചെയ്യും. ഇപ്പോൾ 2 മോളിക്യൂൾ ഓഫ് ഒമിപ്രസോൾ റിയാക്ട് ചെയ്യുന്നത് 1 മോളിക്യൂൾ ഓഫ് എൻസൈം ആയിട്ടായിരിക്കും. ഇങ്ങനെയാണ് HCl സെക്രീഷൻ ഇവിടെ അബോളിഷ് ആവുന്നത്. അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് കൈനറ്റിക്സ് നോക്കി നോക്കാം. ഓറലി ആണ് ഈ ഡ്രഗ് നമ്മൾ കൊടുക്കാറ്. എൻട്രിക് കോട്ടഡ് ടാബ്ലറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഡ്രഗ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് അസിഡിക് ഇൻ ക്യാരക്ടറാണ്. സോ ഈ ഒരു അസിഡിക് എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന ഡ്രഗിന് ഒരു മോളിക്കുലർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻട്രിക് കോട്ടഡ് കൊടുക്കുന്നത്. എൻട്രിക് കോട്ടഡ് എന്താ കാര്യങ്ങളൊക്കെ സ്യൂട്ടിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഫുഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് നമ്മൾ കഴിക്കാറ്. പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് വളരെ ഹൈ ആണ്. അതേപോലെ തന്നെ ഇത് ലിവറിൽ റാപ്പിഡായിട്ട് മെറ്റബിളൈസ് ചെയ്യാറുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം സച്ച് ആസ് സൈറ്റോക്രോം P2C19 ആൻഡ് സൈറ്റോക്രോം P3A4. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൈനറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ADR ആസ് യൂഷ്വൽ അബ്ഡോമിനൽ പെയിൻ വരുന്നുണ്ട്, മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻ, ലൂസ് ടൂൾസ്, ഹെഡ് ഏക്ക്, ഡിസിനസ്, റാഷസ്, ഒരുപാട് ഏരിയാസ് അങ്ങനെ വരുന്നുണ്ട്. ADRകൾ പൊതുവെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒന്നുകിൽ നമ്മൾ ആ ഒരു കണ്ടീഷനുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനായിട്ട് സിമിലർ ആയിട്ടുള്ള ഏരിയാസ് വല്ലതും വരുന്നുണ്ടോ അങ്ങനെ നോക്കിയിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കാൻ. യൂസസ് പറയുന്നുണ്ട് പെപ്റ്റിക് അൾസർ, ബ്ലീഡിങ് പെപ്റ്റിക് അൾസർ, അതേപോലെ സ്ട്രെസ് അൾസേഴ്സ്, ഇങ്ങനെയുള്ള പല കേസുകളിലും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് പ്രോസ്റ്റാഗ്ലാഡിൻസ് ആണ്. പ്രോസ്റ്റാഗ്ലാഡിൻ ഇ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് മ്യൂക്കോസയാണ്. ശരിക്കും ആസിഡിൻ്റെ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ മ്യൂക്കസിൻ്റെയും ബൈകാർബണേറ്റിൻ്റെയും സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പെപ്റ്റിക് അൾസേഴ്സിൻ്റെ പാത്തോജെനിസിസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു പ്രോസ്റ്റാഗ്ലാഡിൻ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ടാവും. മിസോപ്രസ്റ്റോൾ ആണ് ഈ പറയുന്ന പ്രോസ്റ്റാഗ്ലാഡിൻസിൽ അണ്ടറിൽ വരുന്ന ഒരു ഡ്രഗ്. സോ ഇതൊരു പ്രോസ്റ്റാഗ്ലാഡിൻ E1ന്റെ അനലോഗ് ആണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഗ്യാസ്ട്രിക് അൾസർ പ്രിവെൻഷനൊക്കെ അപ്രൂവ് ചെയ്തൊരു ഡ്രഗ് ആണ് മിസോപ്രസ്റ്റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻറ്റാസിഡ്സ് ആണ്. എൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയുള്ള സബ്സ്റ്റൻസ് ആണ്. ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പറയുന്ന എൻറ്റാസിഡ്സ് ആണ്. ഇതന്നെ സിസ്റ്റമിക് എൻറ്റാസിഡ്സും വരുന്നുണ്ട്, നോൺ സിസ്റ്റമിക് എൻറ്റാസിഡ്സും വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റമിക്കിൽ വരുന്നതാണ് സോഡിയം ബൈകാർബണേറ്റ്. വാട്ടർ സോലബിൾ ആണ്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്, പൊട്ടൻ ന്യൂട്രലൈസർ ആണ്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം കുറച്ച് ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നാണ് സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അതേപോലെ തന്നെ മഗൾട്രേറ്റ് വരുന്നുണ്ട്, കാൽഷ്യം കാർബണേറ്റും വരുന്നുണ്ട്. ഇനി എൻറ്റാസിഡ് കോമ്പിനേഷൻസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഒരു ലൈക്ക് ഫാസ്റ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും പ്ലസ് സ്ലോ ആയിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എഫക്റ്റ് കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ മെഗ്നീഷ്യം സോൾട്സ് എന്ന് പറയുന്നത് ലാക്സേറ്റീവ് ആണ്, അതേപോലെ അലുമിനിയം സോൾട്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേറ്റിംഗ് ആണ്. സോ ബോവൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ലീസ്റ്റ് എഫക്റ്റഡ് ആയിരിക്കും എന്നും കൂടിയും പറയുന്നുണ്ട്. സെറ്റ് അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ എൻറ്റാസിഡ് കോമ്പിനേഷൻസിൽ പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് അൾസർ പ്രൊട്ടക്റ്റീവ്സ് ആണ്. ഓക്കെ, അൾസർ പ്രൊട്ടക്റ്റീവ്സിൽ നമ്മൾ ലൈക്ക് പഠിക്കുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് സുക്രാൽഫേറ്റ് ആണ്. പേര് തന്നെ വെറൈറ്റി ആണ് അല്ലേ, സുക്രാൽഫേറ്റ്. ഓക്കെ, അപ്പോൾ സുക്രാൽഫേറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അതൊരു ബേസിക് അലുമിനിയം സോൾട്ട് ആണെന്നാണ് പറയുന്നത്. സൾഫേറ്റഡ് സൂക്രോസിൻ്റെ ബേസിക് ആ ഒരു അലുമിനിയം സോൾട്ട് ആണ്. ഒരു pH 4 താഴെയായിട്ടാണ് അത് പോളിമറൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബൈ ക്രോസ് ലിങ്കിങ് ഓഫ് മോളിക്യൂളിൻ്റെ ഒരു ക്രോസ് ലിങ്കിങ് മൂലമാണ് അത് അവിടെ ഒരു പോളിമറൈസേഷൻ സംഭവിക്കുന്നത്. അസ്യൂമിങ് എ സ്റ്റിക്കി ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി. അപ്പോൾ അതിനൊരു അസ്യൂം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിക്കി ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് സ്ട്രോങ്ലി അഡ്ഹേഴ്സ് ടു അൾസർ ബേസ്. അൾസറിൻ്റെ ബേസിൽ സ്ട്രോങ് ആയിട്ട് അത് അഡ്ഹർ ചെയ്യുന്നുണ്ട്. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 6 മണിക്കൂറൊക്കെ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. പൊതുവേ ഇതൊരു ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ അൾസർ ബേസിലേക്ക് പെപ്സിനും അതേപോലെ തന്നെ നമ്മുടെ ആസിഡും ഒക്കെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അൾസർ ഹീലിംഗ് ഡോസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സുക്രാൽഫേറ്റ് നമുക്ക് 1 ഗ്രാം കൊടുക്കാം. എംപ്റ്റി സ്റ്റൊമക്കിലാണ് കൊടുക്കേണ്ടത്. 3 മേജർ മീൽസിന് 1 മണിക്കൂർ മുമ്പായിട്ടാണ് കൊടുക്കേണ്ടത്. അതേപോലെ ബെഡ് ടൈമിലും നമ്മൾ കൊടുക്കണം. ഇതൊരു 4 മുതൽ 8 ആഴ്ച വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് പെപ്റ്റിക് അൾസറിൽ പഠിക്കാനുള്ളൂ. നമുക്ക് പെപ്റ്റിക് അൾസറിൻ്റെ ആ ഒരു ആൻറ്റി അൾസർ ഏജൻസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ നെയിമും അതേപോലെ ക്ലാസിഫിക്കേഷനും ഒക്കെ കാണുമ്പോൾ കുറേ പഠിക്കാനുണ്ടല്ലോ നമുക്ക് തോന്നും. പക്ഷെ വളരെ സിമ്പിളാണ്, കുറച്ചേണ് പഠിക്കാനുള്ളൂ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ ഏരിയാസിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.